കൂട്ടുകാരനൊക്കെ വീട്ടിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, ഇങ്ങനെ ഒരു വീട് നമുക്കില്ലല്ലോ. ചോറിനകത്ത് വെള്ളം കയറാത്ത അടുക്കള. ഇത് സിറ്റ് ഔട്ട്. ഇത് ഹാള്. പിന്നെ ഡൈനിങ് ടേബിളിന്റെ സെറ്റിങ്സ് ഒക്കെ ഇവിടെ. പിന്നെ അങ്ങോട്ട് വരുമ്പോ അടുക്കള. അടുക്കള ചോറിനകത്ത് വെള്ളം കയറാത്ത അടുക്കള. ഇതുവരെ വെള്ളം കയറിയത് പിന്നെ വെള്ളം കയറുമ്പോൾ പേടിയായിരുന്നു. എന്ന് വെച്ചാൽ അടുപ്പ് തീ കത്തത്തില്ല. അന്നേരം ആണെങ്കിൽ ഗ്യാസിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കഴിച്ചിട്ട് പോകും. മെയിൻ ബെഡ്റൂം ഇത്. ഇതാണ് മെയിൻ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം. ഇത് മോന് വേണമെന്ന് പറഞ്ഞില്ല. അവന്റെ ഭയങ്കര ആഗ്രഹമാണ്. ഇത് മോക്ക് വേണം. കുഴപ്പമില്ല, അവരുടെ ആഗ്രഹം മാത്രം. ഇവര് രണ്ടുപേരും ഇതുപോലെ സുഖമായിട്ട്. ഇവര് എന്ന് വെച്ചാൽ ഇവര് നമ്മൾ എപ്പോഴും ഒരു മുറിക്കകത്തില് ഒരു എന്താ പറയണ്ട, ഒരു കട്ടിലെ മോന്, ഞാന്, മോള്, അച്ഛന് എല്ലാരും കൂടി ഇങ്ങനെ അറ്റയടിക്ക് ഇങ്ങനെ ഒരു റൂമിനകത്ത് ഇങ്ങനെ കിടക്കും. അപ്പൊ നമുക്കാണെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ ഇത് ഇവരിനകത്ത് ഈ സുഖമായിട്ട്. എനിക്ക് എന്നും ആഗ്രഹം എൻ്റെ കുഞ്ഞുങ്ങൾ നല്ലൊരു വീട്ടിൽ കിടന്നുറങ്ങണേ. ആ മുറി വീട് വേണമെന്ന് ആഗ്രഹമാണ്. അങ്ങനെ പിന്നെ അതുകൊണ്ട് അവരുടെ സ്വപ്നം, അവരിങ്ങനെ സുഖമായിട്ട് ജീവിക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂം എല്ലാ സെറ്റിങ്സോടും കൂടിയുള്ള ഒരു ബാത്റൂമാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്, നിങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റും നിങ്ങളുടെ സന്തോഷം. ഇനി മോള് പഠിക്കുക, നല്ലപോലെ പഠിക്കുക, ജോലി വാങ്ങിക്കുക, അമ്മയെ അച്ഛനെ പൊന്നുപോലെ നോക്കുക. ഒരുപാട് സന്തോഷം. പുതിയ അടുക്കളയിൽ നിൽക്കുക. എന്നാ പാലുകാച്ചി? വീടിന്റെ പാലുകാച്ചി 25-ാം തീയതി തിങ്കളാഴ്ച, നവംബർ 25 തിങ്കളാഴ്ച. ജീവിതത്തിൽ ഇതുപോലെ കഴിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് ഇത്രയൊരു നമുക്ക് സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സാമ്പത്തികം അതിനെ അനുവദിക്കാത്തത് കൊണ്ട് നമ്മൾ തന്നെയല്ല, നമുക്ക് വരുമാനം എന്ന് പറഞ്ഞാൽ സ്ഥിര ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ലോണൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത് കൊണ്ട് നമ്മൾ ആ ഒറ്റമുറി വീട്ടിലിങ്ങനെ ഇത്രയും നാൾ കഴിഞ്ഞു. ഇത് കനിവെന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കരുണയും അവിടെ കനിവ് കൊണ്ട് നമുക്ക് കിട്ടിയ സ്വപ്നമാണ്. സ്വർഗം എന്നേ പറയാൻ പറ്റില്ല. ചേച്ചി, ഞാൻ വേറെ ചേച്ചി അന്ന് തൊട്ട്, അതായത് കല്യാണം കഴിച്ച നാളോട്ട് എങ്ങനെയായിരുന്നു അവസ്ഥ? ഈ അവസ്ഥ തന്നെ ആയിരുന്നു പണ്ട് പോലെ. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. 2 കുഞ്ഞുങ്ങളും ഞാനും ഹസ്ബൻഡും കൂടെ. പിന്നെ എൻ്റെ അമ്മയുണ്ടായിരുന്നു ആദ്യം എൻ്റെ കൂടെ. അന്നും ആ ഒരു മുറി ഒരു ചെറിയ ഷെഡ് പോലെ ഇട്ടിട്ട് എല്ലാം പാചകമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മുറിക്കകത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും കിടക്കി. സ്വപ്നം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് ഇതും സ്വപ്നമാണോന്നൊന്നും എന്തോ ഇപ്പൊ തന്നെ നമുക്ക് എന്തോ പറയണോന്ന് അറിയത്തില്ല, സന്തോഷം കൊണ്ട്. അതെ അതെ, കൂട്ടുകാരനൊക്കെ വീട്ടിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, ഇങ്ങനെ ഒരു വീട് നമുക്കില്ലല്ലോ, ഒരു കിട്ടിയ വീട് വെച്ചായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അന്നൊന്നും അത് സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അല്ല, പഠിക്കുമ്പോൾ മോളുടെ സാധാരണ നമ്മള് നല്ലൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ അതല്ലേ അത് ആഗ്രഹിക്കുന്നത്. പക്ഷെ മോളുടെ മനസ്സിൽ ആഗ്രഹം എന്തായിരുന്നു? നല്ലൊരു വീട് വേണമെന്ന് തന്നെയായിരുന്നു നല്ലൊരു ആഗ്രഹം എന്ന് വെച്ചാൽ. പിന്നെ നല്ലത് പഠിച്ച്, അല്ലെങ്കിൽ പറ്റില്ല വെച്ചാൽ പഠിച്ച് ഒരു നല്ല രീതിയിൽ എത്തിയിട്ട് വീട് വെക്കുക എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആഗ്രഹം വീട് വെക്കണം എന്നുള്ളത് കഴിഞ്ഞു. അതായത് ഈ നമ്മുടെ ഇതിനകത്ത് എന്താ പറയുന്നത്, ഈ കുടി ജീവിതം അവസാനിച്ചു. ഒരിക്കലും നമ്മുടെ തിരിച്ചു ഉണ്ടാവരുത്. ഉണ്ടാവത്തെ. അത് നമ്മുടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ കനിവെന്ന് പറയുന്ന അതിൽ 42 പേര് അംഗങ്ങളുണ്ട്. അവരുടെ എല്ലാ അനുഗ്രഹവും
അവരുടെ എല്ലാം കഷ്ടപ്പാടും അവരുടെ എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ഇനി സന്തോഷമായിരിക്കണം കേട്ടോ. ഇനി ഒരു ദുഃഖമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ലൈഫിൽ. ഇനി മോളെ പഠിപ്പിക്കും. മോളെ പഠിപ്പിക്കണം, മോനെന്തെങ്കിലും ഒരു ജോലിയുടെ ഇത് ആക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ആഗ്രഹം. ഇനി അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും.